നമസ്കാരം. ഇത് സോനം വാങ്ചുക്, ലഡാക്കിലെ പ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ. അദ്ദേഹം ഇന്ന് ജയിലിലാണ്. മാസങ്ങളായി അനിശ്ചിതമായി ജയിലിലാണ്. കേന്ദ്ര BJP സർക്കാർ പ്രതികരണങ്ങൾ എതിർത്ത് ഉള്ളതാകുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇറക്കിവിട്ട ഒരു നിയമത്തിൻ്റെ ഭൂതത്തെ ഉപയോഗിച്ചുകൊണ്ട് തടവിലിട്ട ആൾ. ലഡാക്കിലെ നാട്ടുകാർക്ക് വേണ്ടി പ്രതിഷേധിച്ച ഒരാളെ എങ്ങനെ ജയിലിലിടുന്നു, BJPക്കൊപ്പം നിന്ന ആളെ തന്നെ എങ്ങനെ ജയിലിലിടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ സോനം വാങ്ചുക് ജയിലിൽ കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ സോനം വാങ്ചുക് കേരളത്തിലേക്ക് വരാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ എത്തേണ്ടതായിരുന്നു. മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ജയിലിലേക്ക് അടക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഗീതാഞ്ജലി ആങ്മോ പകരം അദ്ദേഹത്തിന് പ്രതിനിധീകരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. സോനം വാങ്ചുക്കിൻ്റെ ജയിൽ ജീവിതം, അദ്ദേഹം എങ്ങനെ ഈ നിലയിലെത്തി, ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ഗീതാഞ്ജലി ആങ്മോയുടെ ഒരു അഭിമുഖ സംഭാഷണം ഇന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ അഭിമുഖ സംഭാഷണത്തിലെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. സോനം വാങ്ചുക്ക് എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം വാങ്ചുക്കിനെ ജയിലിൽ അടച്ചിട്ട് 4 മാസം തികയുന്ന ഘട്ടത്തിൽ സോനത്തിൻ്റെ മോചനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളെക്കുറിച്ച് KA ജോണിയുമായി ഗീതാഞ്ജലി ആങ്മോ നടത്തിയ സംഭാഷണമാണ്. KA ജോണിയുടെ അദ്ദേഹം നടത്തിയ അഭിമുഖ സംഭാഷണമാണ് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നത്. ഒന്നാമത്തേത് ഇപ്പോഴുള്ള സാഹചര്യമാണ്. അത് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കാം. എനിക്കിപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ സുപ്രീം കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാദം മാറ്റിവെക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം സോനത്തിൻ്റെ പേരിലുള്ള കേസിൽ ഒരു കാമ്പുമില്ലെന്ന് അവർക്ക് നന്നായി അറിയാം എന്നാണ്. ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള കേസിലെ നടപടിക്രമങ്ങളിൽ കൃത്യമായ വീഴ്ചയുണ്ട്. നിയമം ശരിക്കും പിന്തുടരുകയാണെങ്കിൽ അദ്ദേഹം ജാമ്യം നേടി പുറത്തു വരേണ്ട സമയം കഴിഞ്ഞു. ജനുവരി 29-നാണ് അടുത്ത വാദം. സോനത്തിൻ്റെ കരുത്ത് ഒട്ടും തന്നെ ചോർന്നിട്ടില്ല. അദ്ദേഹം തികച്ചും സമയചിത്തതയോടെയാണ് കാര്യങ്ങൾ കാണുന്നത്. എന്നോട് ക്ഷമിക്കരുതെന്നും സത്യം വിജയിക്കും എന്നുമാണ് സോനം പറഞ്ഞത്. അതെനിക്ക് കൂടുതൽ പ്രത്യാശ പകരുന്നു. ലഡാക്കിലും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട്. നീതി കുറച്ച് വൈകിയേക്കാം, പക്ഷേ അത് എന്നേക്കുമായി നിഷേധിക്കാനാവില്ല എന്നാണ് അവർ അദ്ദേഹത്തിൻ്റെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത്. ഒപ്പം നമ്മുടെ മുന്നിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരാശങ്ക, സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, BJP കേന്ദ്ര ഭരണത്തിൻ്റെ സമീപനങ്ങളിൽ നിങ്ങൾക്ക് അവർക്കൊപ്പം അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകാം, അവർക്കൊപ്പം നിൽക്കാമെന്ന്. പക്ഷേ അവിടെ പോയാലും നിങ്ങളുടെ നിലപാട് അവർക്കെതിരാകുമ്പോൾ നിങ്ങൾക്കെതിരെ ജയിലിൽ അത്തരം നിയമ നടപടികൾ കൈക്കൊള്ളും, നിങ്ങളെ ജയിലിലടക്കും, അനിശ്ചിതത്വത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തള്ളിവിടും എന്നാണ് സോനം വാങ്ചുക്കിൻ്റെ ജീവിതം നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നമ്മളോട് പറയാണ്. KA ജോണി ചോദിക്കുന്നുണ്ട്, സോനം BJPയുടെ പോസ്റ്റർ ബോയ് ആയിരുന്നു. സോനത്തിൻ്റെ നേട്ടങ്ങൾ സ്വന്തം നേട്ടങ്ങളായാണ് BJP ആഘോഷിച്ചിരുന്നത്. പക്ഷേ ലഡാക്കിന് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് BJP ഓർമ്മിപ്പിച്ചതോടെ ഹീറോ പൊടുന്നനെ വില്ലനായി. അധികാരത്തോട് സത്യം വിളിച്ചു പറഞ്ഞതാണോ സോനത്തിന് പ്രശ്നമായത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അത് തന്നെയാണ് പ്രശ്നമായത്. കഴിഞ്ഞ 30 വർഷക്കാലമായി സോനത്തെ അതത് കാലത്തെ സർക്കാരുകൾ കൊണ്ടാടി. പക്ഷേ ലഡാക്കിന് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാതെ പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ സോനം ഓരോരുത്തർക്കും അനഭിമതനായി. അതുവരെ അദ്ദേഹത്തിന് ഓരോ പുരസ്കാരം കിട്ടുമ്പോഴും ആഘോഷമായിരുന്നു. എന്നാൽ ലഡാക്കിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളും പരിസ്ഥിതിയുടെ തകർച്ചയും ഉയർത്തിക്കാട്ടിയതോടെ സോനം പ്രശ്നക്കാരനായി. നിയമം ഭേദിച്ചതിനല്ല സോനത്തെ അവർ തടവിലാക്കിയത്. അവർ നിറവേറ്റാത്ത വാഗ്ദാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. അത് അങ്ങനെ നിശബ്ദനാക്കാനാണ് ഈ തടങ്കൽ എന്നാണ് പറയുന്നത്. ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ജമ്മു കാശ്മീരിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള നമ്മുടെ ഭരണഘടനയിലെ വ്യവസ്ഥ തന്നെ മാറ്റിയപ്പോൾ അതിനെ പിന്തുണച്ച ആളാണ് സോനം വാങ്ചുക് എന്നത്. അതിൻ്റെ കൂടി 370-ാം വകുപ്പ് നിർവീര്യമാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി അനുകൂലിച്ച് സോനം നിലപാട് എടുത്തിരുന്ന ആളാണ്. പക്ഷേ ജമ്മു കാശ്മീരിലെ ജനങ്ങളും ലഡാക്കിലെ ജനങ്ങളെ പോലെ പിന്നീട് വഞ്ചിക്കപ്പെടുകയായിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറുന്നതിന് കാരണമായത്. അതായത് തങ്ങൾക്ക് ഒരു നിർണായകമായ ഘട്ടത്തിൽ അനുകൂലമായ നിലപാടെടുത്ത ആളെപ്പോലും ഇനി ജനങ്ങളുടെ പേരിലാണെങ്കിലും അഭിപ്രായം ഉയർത്തിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന സമീപനമാണ് എന്നാണ് സോനം വാങ്ചുക്കിൻ്റെ അഭിമുഖം നമ്മളോട് പറയുന്നത്. അവർ പറയുന്നു, ജമ്മു കാശ്മീരിൽ നിന്ന് വേർപെടണമെന്നും കേന്ദ്രഭരണ പ്രദേശം എന്ന പദവി ലഭിക്കണമെന്നും ലഡാക്കിലെ ജനങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് 370-ാം വകുപ്പിൻ്റെ നിർവീര്യമാക്കൽ സോനം സ്വാഗതം ചെയ്തത്. ലഡാക്കിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ, 6-ാം പട്ടിക പ്രകാരമുള്ള പദവി, ഭൂമിക്കുള്ള സംരക്ഷണം, കൂടുതൽ തൊഴിലുകൾ എല്ലാം തന്നെ ഇതോടെ നടപ്പാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അതൊക്കെ വിഫലമായി. പഴയ വ്യവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം തേടിയതിൽ ഖേദമൊട്ടുമില്ല.
പക്ഷെ നിരാശയുണ്ട്. ശരിക്കു പറഞ്ഞാൽ വഞ്ചിക്കപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. ഇത്രമാത്രം വിശ്വാസം അർപ്പിച്ച ഒരു ജനതയോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തതിലുള്ള നിരാശ. ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങൾ ആസൂത്രിതമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ജമ്മു കാശ്മീരിലും ലഡാക്കിലുമുള്ള ഭൂരിപക്ഷം പേരും കരുതുന്നത്. ശരിക്കുമുള്ള സ്വയം നിർണയാവകാശത്തിനായുള്ള പോരാട്ടം രണ്ടിടത്തും തുടരുകയാണ് എന്നാണ് അവർ പറയുന്നത്. ആ നിലപാടിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് തിരിച്ചറിവ് ഉണ്ടാവുകയും ലഡാക്കിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ 370-ാം വകുപ്പ് എടുത്തു മാറ്റിയത് എന്ന് മനസ്സിലാക്കുകയും എതിർ ശബ്ദം ആയി മാറുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ജയിലിലായത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സോനത്തെ ജയിലിലടച്ച സാഹചര്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. സോനത്തെ തടവിലാക്കിയത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. തീർത്തും അഹിംസാവാദിയായ സൗമ്യനും ശാന്തശീലനുമായ ഒരാളെ ഭീകരനായി ചിത്രീകരിക്കാനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ ഒന്നിനു മുന്നിലും കീഴടങ്ങാത്ത ലഡാക്കിലെ ജനങ്ങളുടെയും സോനത്തിൻ്റെയും ആത്മവീര്യമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. വളരുന്നതിനുള്ള അവസരങ്ങളാണ് പ്രതിസന്ധികൾ എന്ന് അരബിന്ദോ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ചിലപ്പോൾ വല്ലാതെ ഞാൻ പരീക്ഷീണതയാകാറുണ്ട്. ചില കേന്ദ്രങ്ങളുടെ നിശബ്ദത നമ്മളെ തളർത്തിക്കളയും. പക്ഷേ അതുകൊണ്ടൊന്നും വീണു പോവില്ല. രാജ്യമെമ്പാടും നിന്ന് സാധാരണ മനുഷ്യർ പിന്തുണയുമായി കൂടെയുണ്ട്. വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിങ്ങനെ നൂറുകണക്കിന് ആളുകൾ എന്നോട് പറയുന്നുണ്ട് ഞാൻ തനിച്ചല്ല എന്ന്. പോരാട്ടം തുടരൂ, ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല എന്നാണ് സോനം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ പ്രതികരിക്കുന്നുണ്ട്. സോനത്തിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, BJP നേതാക്കളുമായി സന്ധി സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയുന്നത് ഭരണഘടനാപരവും നിയമാനുസൃതമായ വഴികളിലൂടെ മാത്രമാണ് ഞങ്ങൾ നീങ്ങുന്നത്. സോനത്തെ നേരത്തെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തിരുന്ന പല നേതാക്കളും സമീപിച്ചിരുന്നു. അവരിൽ ആരിലും നിന്ന് അർത്ഥപൂർണമായ മറുപടി കിട്ടിയിരുന്നില്ല. അവരുടെ നിശബ്ദത ശരിക്കും വാചാലമാണ് എന്നാണ് അവർ പറയുന്നത്. ഒപ്പം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സമീപനം. ചില പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും ശബ്ദമുയർത്തിയിരുന്നു. അവരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. സോനത്തിൻ്റേത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല. ജനാധിപത്യത്തെക്കുറിച്ചും ഫെഡറലിസത്തെക്കുറിച്ചും ദുർബലമായ ഒരു അതിർത്തി പ്രദേശത്തെ ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുമുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് സോനം ഉയർത്തിയത്. ജനാധിപത്യപരമായ അവകാശങ്ങൾക്കായി തീർത്തും സമാധാനപരമായി സമരം ചെയ്തതിന് മാഗ്സസെ അവാർഡ് ജേതാവും രാജ്യത്തിൻ്റെ ആരാധനാപാത്രവുമായിരുന്ന ഒരാളെ കഴിഞ്ഞ 4 മാസത്തോളമായി ദേശീയ സുരക്ഷാ നിയമപ്രകാരം ജയിലിലിടാം എന്ന് വരുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും ഇരുത്തി ചിന്തിപ്പിക്കണം. പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ കുറെ കൂടി ശക്തവും ഉച്ചത്തിലുള്ളതുമായ നിരന്തരമായതുമായ പ്രതിഷേധം ഉയരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഗീതാഞ്ജലി ആഗ്മോ തൻ്റെ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ജയിലിൽ അടച്ചത് സോനത്തെ വിലക്ക് വാങ്ങാനാകാത്തത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ള ഉറച്ച നിലപാട് കൊണ്ടുമാണ് എന്നുള്ള ഭാഗം. അതിൽ അവർ പറയുന്നത് നേരിട്ടും അല്ലാതെയും നിരവധി ഓഫറുകൾ അദ്ദേഹത്തെ തേടിയെത്തി. അവ സ്വീകരിച്ചിരുന്നെങ്കിൽ ജീവിതം കുറെ സുഖകരമാകുമായിരുന്നു. സോനത്തിൻ്റെ നിശബ്ദതയാണ് അവർക്ക് വേണ്ടത്. അതായത് ഇങ്ങനെ എതിർ ശബ്ദം ഉയർത്താതിരിക്കുക, ബാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. മറ്റ് സ്ഥാനങ്ങളും പദ്ധതികളും ഫണ്ടും ഒക്കെ ഉറപ്പായിരുന്നു. പക്ഷേ സോനം വഴങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ കൂറ് സത്യത്തോടും ലഡാക്കിലെ ജനങ്ങളോടുമാണ്. വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തയാൾ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അസൗകര്യവും ശല്യവുമാണ്. അദ്ദേഹത്തിൻ്റെ നിശബ്ദത വിലയ്ക്ക് വാങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അവർ NSAയിലേക്ക് തിരിഞ്ഞു. അതാണ് ലളിതവും വേദനാജനകവുമായ സത്യം. ഒപ്പം പ്രധാനപ്പെട്ട ഈ വീഡിയോയിലെ അവസാനത്തെ പോയിന്റ്, അവർ പറയുന്ന പോയിന്റ്, വൻകിട കുത്തക കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ സോനത്തിനെതിരെ തിരിഞ്ഞത് എന്നുള്ള ഒരു ഭാഗമാണ്. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഗീതാഞ്ജലി ആഗ്മോ പറയുന്നു. ഒരു തരത്തിലുള്ള മുൻകരുതലുമില്ലാതെ കൂറ്റൻ സൗരോർജ്ജ പാർക്കുകൾ, ഖനനത്തിനുള്ള അനുമതികൾ, വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ പരിസ്ഥിതി ദുർബലമായ ഹിമാലയൻ അതിർത്തി പ്രദേശത്താണ് നടക്കുന്നതെന്ന് മറക്കരുത്. ഇവയ്ക്കുള്ള നടപടികൾ ഒരു തടസ്സവുമില്ലാതെ തുടരുന്നു. നാട്ടിലെ കന്നുകാലികളുടെ മേച്ചിൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ കയ്യേറുന്നു. ജനങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുന്നു. വൻ വ്യവസായശാലകളുടെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യം. അതേസമയം ഭരണഘടനയുടെ 6ാം പട്ടിക പ്രകാരം ലഡാക്കിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷ്കരുണം ലംഘിക്കുന്നതിന് നേരെ പ്രതിഷേധങ്ങൾ ബലം പ്രയോഗിച്ച് അടിച്ചമർത്തുകയും ചെയ്യുന്നു. സവിശേഷവും തദ്ദേശീയവുമായ സംസ്കൃതിയും പരിസ്ഥിതിയുമല്ല ഒന്നോ രണ്ടോ വൻകിട കോർപ്പറേറ്റുകളുടെ ശ്രേയസ്സാണ് കൂടുതൽ പ്രധാനം എന്ന സന്ദേശമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ലഡാക്കിന് പുറത്ത് രാജ്യത്താകെ ബാധിക്കുന്ന വിധത്തിലുള്ള കേന്ദ്ര ഭരണകൂടത്തിൻ്റെ സമീപനത്തിലെ ഈ അപകടകരമായ സമീപന വ്യത്യാസമാണ് ഗീതാഞ്ജലി ആഗ്മോ സോനത്തിൻ്റെ ജയിൽവാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് കെ എ ജോണി സംസാരിക്കുന്നതിലെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഏതെങ്കിലും ഒരു സോനം വാങ്ചുക്ക് മാത്രമല്ല, ഇപ്പോൾ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന
മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന നിരവധി പേരുടെ ശബ്ദമായി തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഉയരുകയാണ് ഗീതാഞ്ജലി ആഗ്മോയിലൂടെ. ഈ സാഹചര്യം നമ്മളിലേക്ക് അത്തരമൊരു ഗുരുതരമായ അവസ്ഥയെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഓരോരുത്തർക്ക് നേരെയും ഉയരാവുന്ന നിയമത്തിൻ്റെ ആ കരങ്ങൾ ഭരണകൂടത്തിൻ്റെ പ്രതിഷേധങ്ങൾക്കെതിരായ അടിച്ചമർത്തലിൻ്റെ സ്വഭാവമുള്ളതായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ സാഹചര്യം. നന്ദി, നമസ്കാരം.